ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ കോഡിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം പുതിയതായിട്ട് ഒരുപാട് ആളുകൾ കോഡിംഗ് മേഖലയിലേക്ക് തിരിയുന്നുണ്ട്. ഓൺലൈനിലായിട്ട് പഠിക്കാനും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടും ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ മെയിൻ വിഷയം അതിനുള്ള ലാപ്ടോപ്പ് ഭയങ്കര വിലയാണ്. പുതിയതിന് 50,000, 40,000, 45,000, 60,000 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. തുടക്കക്കാർക്ക് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇടയായിട്ട് നമ്മളെ സെക്കൻഡ് ലാപ്ടോപ്പ് മാത്രം ചെയ്യുന്നൊരു ഷോറൂമാണ് ഇത്. ആനക്കയം മഞ്ചേരി ഉള്ള മലപ്പുറം ജില്ലയിലെ ആനക്കയം മഞ്ചേരിയാണ് ഇത് എടുത്ത് ലാപ്പി ഹബ്ബ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഷോപ്പ്. അപ്പോൾ ഈ കാണിച്ചു തരുന്ന ലാപ്ടോപ്പുകളെല്ലാം തന്നെ കോഡിങ്ങിന് പറ്റിയ ലാപ്ടോപ്പുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും പറ്റിയ ലാപ്ടോപ്പ് മാത്രമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കോൺഫിഗറേഷന്, റാം, സ്പെക്ക്, പ്രൈസ് എന്നിവയെല്ലാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഏത് സോഫ്റ്റ്വെയർ ആണ്, എന്താണ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്, എന്താണ് നിങ്ങളുടെ ആവശ്യം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലാപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മളെ വർക്ക് എന്താണ് നിങ്ങളെ ഡെവലപ്മെൻറ്റ് എന്താണ്, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, അതെല്ലാം അതിനനുസരിച്ചിട്ടാണ് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ചുരുക്കി പറയുകയാണെങ്കിൽ വെബ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് വെറും i5 മതി. i5 4GB റാം മിനിമം മതി. ഇത് 4GB റാമിൽ വരുന്ന സെക്കൻഡ് ജനറേഷൻ. പിന്നെ നിങ്ങൾ എവിടുന്ന് ഏത് ലാപ്പ് സെക്കൻഡ് കൂട്ടുകാരോ OLX-ലോ ഒക്കെ നോക്കി സെക്കൻഡ് എടുക്കുകയാണ് എങ്കിൽ പോലും 2.5 GHz മുകളിലുള്ള ലാപ്പ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 2 GHz മുകളിലില്ല. ഇത് 2.50 ആണ്. അത്യാവശ്യം ഇത് മതി. ഇതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് 8GB റാം ആണെങ്കിൽ ഒരു 15,500 വരും. അതാവുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഈ തുടക്കക്കാർക്ക് അത് മതി. 15,000 രൂപ. ഇതൊക്കെ നമ്മൾ പുതിയത് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഏകദേശം 45,000 മുതൽ 55,000 വരെ വരും. ഇത് ഡെല്ല് ലാപ്ടോപ്പാണ്. ഡെല്ലാണ്. ഡെല്ല് നോക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ പോകുന്നത്, പിന്നെ അവിടെ മാക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ വിഷയം വേറെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ, കോൺഫിഗറേഷൻ കൂടിയത് വേണമെങ്കിൽ ഇതും ആലോചിക്കാം. ഇത് 4th ജനറേഷനിലാണ്. ഇത് 8GB തരിക. ഇതിപ്പോൾ 4GB ആണ്. 8GB റാം, 2.70 GHz. ഇത് അത്യാവശ്യം ഈ ലാപ്ടോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ്. ഇതിനും വിലവും വ്യത്യാസമുണ്ട്. എന്തായാലും 20ൻ്റെ താഴെ വരും റേറ്റ്. അത് 4th ജനറേഷൻ. പിന്നെ വരുന്നത് ടച്ച്, നമ്മളെ ലെനോവോ യോഗയാണ്. കുറച്ചും കൂടിയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ പിടിച്ച് തിരിച്ച് ഒടിച്ച് മറിക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ്. ലെനോവോൻ്റെ തിങ്ക്പാഡാണ്. പുള്ളിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ 8GB റാമാണ്, 256 GB 256 SSD ആണ്. സ്പീഡ് ഇത് 2.90 GHz ആണ്. പക്ഷേ ഇതിന് കോറ് കൂടുതലുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം സ്പീഡുള്ള സാധനം തന്നെയാണ്. 8th ജനറേഷനിലാണ് ഇതിന് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, 8GB അല്ല 8th ജനറേഷൻ തിങ്ക്പാഡ്. ഇതൊരു മോഡൽ. ഇത് ഞാൻ മടക്കി വെക്കുകയാണ്. വളരെ സ്ലിമ്മാണ് കേട്ടോ. ഇത് കോഡിങ്ങിന് എന്നല്ല, ഞാനിപ്പോൾ കോഡിങ്ങിനായതുകൊണ്ടാണ് ഇത് മാത്രം പറയുന്നത്. എല്ലാത്തിനും പറ്റും. ഓഫീസ് വർക്കിന് അതുപോലെ പുതിയതൊക്കെ നോക്കുന്നവർക്ക് അവർക്കൊക്കെ ഇത് ആലോചിക്കാം. അടുത്തത് വരുന്നത് ഇതാണ്. ഡെൽ തന്നെയാണ് നമ്മളെ ബ്രാൻഡ്. ഡെല്ല് HP ഒക്കെയാണ്. സ്പെയർ കാര്യങ്ങൾ അതെല്ലാം നോക്കാനുണ്ട്. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് സ്പെയറൊക്കെ കിട്ടുന്നത് നോക്കണം. ഇത് Windows 11 ആണ്. ഒറിജിനൽ OS ആണ്. ഇത് നോക്കൂ. ഇതും 1.90 GHz ആണ്. Intel Core i5 8th ജനറേഷൻ ആണ്. 8GB റാം. ഇതിലൊക്കെ നിങ്ങൾക്ക് കോഡിങ് ചെയ്യാം. നിങ്ങൾ പൈത്തൺ ഏതാണോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പൈത്തൺ ആണോ, അതുപോലെ ജാവ ആണോ, ജാവ സ്ക്രിപ്റ്റ് ആണോ, C++ ആണോ, C++ ആണോ,
സോറി CSS ആണ്, PHP, Go ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ. സ്വിഫ്റ്റ്, മാറ്റ്ലാബ്, ലിനക്സ്, അതുപോലെ സോഫ്റ്റ്വെയർ ഏതാ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ നിങ്ങളെ ലാംഗ്വേജ് ഈ പറഞ്ഞ ലാംഗ്വേജുകളെല്ലാം ഈ പറഞ്ഞ ഇപ്പോൾ കാണിച്ചു തന്ന ലാപ്ടോപ്പിലെല്ലാം പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ആ ലാംഗ്വേജുകളൊക്കെ എല്ലാം പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ പിന്നെ വരുന്നത് കുറച്ചും കൂടി ഹൈ ലെവലിൽ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് i7ലാണ്. i7ലുണ്ട് ഈ സാധനം, i5ലും വരുന്നുണ്ട്. ഇതൊക്കെ ബാറ്ററി ബാക്കപ്പ് 3 hour കിട്ടുന്നതാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, i7 8GB റാമാണ്, 1.90 GHz, കോറ് കൂടുതലില്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ വിൻഡോസ് 10 ഒറിജിനലാണ്. നമുക്ക് വിൻഡോസ് 11 സപ്പോർട്ടഡ് ആണ്, അതങ്ങനെ ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് ഇതും ഈ വിൻഡോസ് 11 ആണ്. i5 16 GB റാമാണ്, 16 GB ആണ്, 256 ആണ് SSD വരുന്നത്. ഇതൊക്കെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ പിന്നെ ആൻഡ്രോയിഡ് ഇമുലേറ്ററൊക്കെ ഉപയോഗിക്കുന്നവർക്കും റെൻഡറിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ലാപ്ടോപ്പ് 16 GB ധാരാളം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കോഡിങ്ങിന് വരുന്നവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലാപ്ടോപ്പ്. ഇതിങ്ങനെ വീഡിയോ വരാൻ കാരണം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പല സ്ഥലത്തുനിന്നും. അപ്പോൾ അതിനൊരു വീഡിയോ വിടാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പുതിയത് വാങ്ങാൻ പോകുമ്പോഴേ ഇതിൻ്റെയൊക്കെ വില അറിയുള്ളൂ. തുടക്കക്കാർക്ക് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാങ്ങാൻ. അപ്പോൾ ഒരു 20,000 രൂപയുടെ താഴേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ലാപ്ടോപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. അത് ആനക്കയത്താണ് വരുന്നത്. ആനക്കയം എന്ന് പറയുമ്പോൾ മഞ്ചേരിയും മലപ്പുറം റോഡിൻ്റെയും അടുത്ത്. പിന്നെ ലാപ്ടോപ്പ് ഇത് മാത്രമേ ഞാൻ കോഡിങ്ങിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇത് വരുന്നുണ്ട്. ഇതൊക്കെ വേറെ ടൈപ്പ് ചെയ്ത് AMDയിൽ വരുന്നുണ്ട്. 13,500 i5കളുണ്ട്, i3 14,500, പല കോൺഫിഗറേഷനിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോഡിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ലാപ്ടോപ്പിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു തരാം. ഇപ്പോൾ ലാപ്ടോപ്പ് ഇന്നുള്ള സ്റ്റോക്കാണ്. ഇതിപ്പോൾ ചിലപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് ചിലപ്പോൾ സ്റ്റോക്കുകളൊക്കെ എല്ലാം മാറാൻ സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഒരുവിധം സാധനങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ ബന്ധപ്പെടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണം എങ്കിൽ ഇത് ഞാൻ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കൊരു സപ്പോർട്ടാവും. ഓക്കെ, താങ്ക് യു.